ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലമായി ഞങ്ങൾ ചായ കുടിക്കാൻ പ്ലാൻ ചെയ്യണം. പക്ഷെ എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് മുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല, അവിടുത്തെ പരിപ്പുവട കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് അവിടുത്തെ പരിപ്പുവട. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കണ്ടത് ഇന്ന് ചായക്കട തുറന്നിട്ടില്ല. അതെ, ഞങ്ങൾ നൈസായിട്ടൊന്ന് മൂഞ്ചി. അപ്പോൾ സാധാരണ ബുധനാഴ്ചയൊന്നും അവിടെ ഓപ്പണിംഗ് അല്ലാന്ന് പിന്നെയാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഇവിടെ വരെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പാലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് നല്ല വ്യൂ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കിയാലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങളൊരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ മൂഞ്ചിയത്. ഞങ്ങളെ പോലെ തന്നെ പരിപ്പടിയും പ്രതീക്ഷിച്ച് വന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മൂഞ്ചിയോടെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതല്ലാന്ന് ആൾക്കാർ തെറ്റി തിരിച്ചോട്ടെ എന്ന് വെച്ചിട്ടും കൂടിയാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയത്. ഓ, ഇതാണ് ഓരിരുന്ന അപ്പൊ ഇത് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വിചാരിച്ചു. ഞാൻ ഈ പറയണ അത്രയ്ക്ക് പ്രകൃതി രമണീയെന്ന് അവിടെ അല്ലാന്ന് അവിടുത്തെ കൊതുകിന്റെ കടി കൊണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അവിടെ നിറച്ച് കൊതുകിയിരുന്നു. 2 ദിവസം മഴ ഏത് കാരണമാണ് തോന്നുന്നുണ്ട്, ഉള്ള കൊതുകൊക്കെ ഞങ്ങളെ വന്ന് കടിച്ചു. എന്നിട്ടും ഒരാവശ്യവും ഇല്ലാതെ അവിടുത്തെ കൊതുകിന്റെ കടിയും കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ കൊതുകിന്റെ കടിക്ക് അത്യാവശ്യം കൊണ്ട് മടുത്ത ശേഷം ഞങ്ങൾ നേരെ നടന്നു കേട്ടോ പാലത്തിന്റെ ചൂട്ടിക്ക്. അപ്പോൾ ദേ നേരെ ആ കാണുന്നതാണ് അമരമ്പലം അമ്പലം. അപ്പോൾ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചായക്കട വരുന്നത്. ഓ, ഈ പാലത്തിന് തൊട്ട് ഞങ്ങളെ ഇതാണ് ഗൈസ് പാലം. വരില്ലാത്തോണ്ടാ ഇവിടെ പശുവിനെ കെട്ടുന്നുണ്ടെന്ന് തോന്നി. ഇതാണ് പശു. അപ്പോൾ പരിപ്പടിയെ കുറിച്ചൊന്നും ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.